അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ യമാലിനെ കുറിച്ച് സംസാരിക്കുമെന്ന്. ഇനി വെറും 17 വയസ്സ് തികയാൻ വെറും 3 ദിവസം മാത്രമേ പുള്ളിക്കാരന് ബാക്കിയുള്ളൂ. പുള്ളിക്കാരനല്ല, ആ ചെക്കന് ബാക്കിയുള്ളൂ. അങ്ങനെ പറയുന്നതായിരിക്കും ശരി. വാട്ട് എ പ്ലെയർ. ആ ഗോൾ നോക്കൂ. ആ പ്രഷർ സിറ്റുവേഷനിൽ ഒരു ഗോളിന് പുറകിൽ നിൽക്കുമ്പോൾ ഒരു 17 വയസ്സ് തികയാൻ പ്രായമുള്ള ചെറിയൊരു പയ്യൻ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നേടിയൊരു ഗോൾ നോക്കൂ. ഒരു സൂപ്പർ സ്റ്റാർ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കമൻട്രിയിൽ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു ഗോളാണത്! മഴവിൽ മുക്കുറ്റി, അതിന് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അതൊരു ഗംഭീര മഴവിൽ മുക്കുറ്റിയായിരുന്നു. അതായത് ഇത്തരമൊരു പ്രഷർ സിറ്റുവേഷൻ ഇത്രയും ചെറിയ പ്രായത്തിലെ പുള്ളിക്കാരന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ പീക്ക് ലെവലിൽ പോയേക്കാം. ഒരു പക്ഷേ നാളെ മെസ്സിയെയോ റൊണാൾഡോയോ ഒക്കെ മറികടക്കുന്ന ഒരു പ്ലെയർ ആവട്ടെ പുള്ളിക്കാരൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ നെയ്മർ ആ ഒരു ഗണത്തിൽപ്പെട്ട പ്ലെയറായിരുന്നു. നെയ്മർ ഇവരെല്ലാം മറികടക്കേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യ